ബോണ്ടേജിൽ നിന്നും ഒരു ലിബറേഷനിലേക്ക്, അടിമത്തത്തിൽ നിന്നും സ്വാതന്ത്ര്യത്തിലേക്ക്. ഇതൊരു ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു സബ്ജക്റ്റാണ്. എത്ര ദിവസം കൊണ്ട് ഈ ട്രെയിനിങ് പ്രോഗ്രാം കംപ്ലീറ്റ് ആക്കാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. ഇതിനകത്ത് വന്ന് പങ്കെടുക്കുന്ന ആൾക്കാരുടെ ആഗ്രഹമനുസരിച്ചും അവരുടെ തീവ്രത അനുസരിച്ചിട്ടുമാണ് ഒരു വ്യക്തിയിൽ ഈ ബോണ്ടേജിൽ നിന്ന് ലിബറേഷനിലേക്കുള്ള ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു പ്രത്യേക കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പലർക്കും ഞാനൊരു ബോണ്ടേജിലാണ് എന്നുള്ളത് അറിയത്തില്ല. അതാണ് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു കാര്യം. അപ്പോൾ ഞാൻ ബോണ്ടേജിനകത്താണ് അല്ലെങ്കിൽ ഞാനൊരു അടിമത്തത്തിനകത്താണ് എന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അതിനകത്തുനിന്ന് പുറത്തു വരാനായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു ഇൻട്രൊഡക്ഷൻ, ഞാൻ ബോണ്ടേജിനകത്താണ് എന്നുള്ളൊരു ബോധം ആദ്യം നിങ്ങൾക്കുണ്ടാകണം. അത് കഴിഞ്ഞ് ഞാൻ അടുത്ത ട്രെയിനിങ് പ്രോഗ്രാം എടുക്കുന്ന സമയത്ത് ആ ബോണ്ടേജിനകത്താണ് ഞാൻ എന്ന ബോധ്യം വന്നതിന് ശേഷം എങ്ങനെ എനിക്ക് ഈ ബോണ്ടേജിനകത്തുനിന്ന് പുറത്തു വരാം എന്നുള്ള കാര്യത്തെക്കുറിച്ച് അടുത്ത ഒരു ട്രെയിനിങ് തരാം. ഇനി എങ്ങനെ എന്ന് ചോദിച്ചു കഴിയുമ്പോഴാണ് അതിനകത്തുള്ള സ്റ്റെപ്പുകൾ വരുന്നത്. ഈ രീതിയിൽ ഇന്ന കാര്യങ്ങൾ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ പടവുകളിലൂടെ പോയി കഴിയുമ്പോഴത്തേക്ക് ഇന്നായിരിക്കുന്ന ആ ബോണ്ടേജിൽ നിന്ന് എനിക്ക് സ്വാതന്ത്ര്യത്തിലേക്ക് വരാൻ പറ്റുമെന്നുള്ള ആ പ്രോസസ്സ്, ആ സ്റ്റെപ്പുകൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ സ്റ്റെപ്പുകൾ പിന്നിട്ട് പോകുമ്പോഴാണ് ആ ബോണ്ടേജിൽ നിന്ന് എനിക്ക് ശരിക്കുമുള്ള സ്വാതന്ത്ര്യത്തിനകത്തേക്ക് വരാൻ പറ്റുന്നത്. അപ്പോൾ സ്വാതന്ത്ര്യത്തിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ബോണ്ടേജിൽ നിൽക്കാൻ പാടില്ല. ആ അടിമത്വത്തിൻ്റെ അകത്തുള്ള ഒരു കാര്യവും എന്നെ സ്വാധീനിക്കാനും പാടില്ല. പിന്നെ ആ സ്വാതന്ത്ര്യത്തിൻ്റെ ജീവിതത്തിൻ്റെ ആസ്വാദനം എങ്ങനെയെന്നുള്ളത് മൂന്നാമത് വരും. സോ ഈ ഒരു പ്രോസസ്സ്, ബോണ്ടേജിൽ നിന്ന് ലിബറേഷനിലേക്കുള്ള ആ ഒരു ശരിക്കുമുള്ള ആ ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ പ്രോസസ്സ് ഘട്ടം ഘട്ടമായിട്ടാണ്. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ശരിക്കും നമ്മളൊരു ബോണ്ടേജിലാണ് എന്നുള്ള റിയലൈസേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന കാര്യം. അപ്പോൾ ഞാൻ ഇതിന് പശ്ചാത്തലമായിട്ട് ബൈബിളിനകത്തുള്ള ഒരു പോർഷനെ കേന്ദ്രീകരിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബൈബിൾ അറിയാമെന്നുള്ള ആരെങ്കിലുമൊക്കെ എന്നെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഈ പറയുന്ന കാര്യം ഗലേഷ്യൻസ് എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത്, ഗലാത്യർ എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ചാപ്റ്റർ നമ്പർ 4 അതിൻ്റെ തുടക്കത്തെ ആ ഒരു പോർഷനെ വെച്ചിട്ടാണ് ഞാൻ ഇന്ന് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഇത് ബൈബിൾ അറിയാമെന്നുള്ള ആൾക്കാർക്ക് മാത്രമല്ല പ്രയോജനം ആകേണ്ടുന്നത്, ഏത് മതത്തിലുള്ള ആൾക്കാരാണെങ്കിലും, മതത്തിൽ വിശ്വസിക്കാത്ത ആൾക്കാരാണെങ്കിലും, മതത്തിൽ നിന്ന് പുറത്തേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക്, എല്ലാവർക്കും ആപ്ലിക്കബിൾ ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ ഈ ഒരു സെഷൻ ഇന്ന് കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഒരു കുട്ടി അവൻ്റെ ബാല്യകാലത്ത്, ആ ബാല്യ അവസ്ഥയിലിരിക്കുമ്പോൾ നമ്മുടെ ഭവനത്തിനകത്ത് ജോലിക്കാരായിട്ട് വരുന്ന, അത് ചിലപ്പോൾ നമ്മുടെ പറമ്പ് വൃത്തിയാക്കാൻ വരുന്നവരാകാം, നമ്മുടെ ഭവനത്തിനകത്തുള്ള മറ്റൊന്നെങ്കിലും ജോലികൾ ചെയ്യാൻ വരുന്നവരാകാം, തടിപ്പണിക്ക് വരുന്നവരാകാം, മേസനാകാം, അങ്ങനെ നമ്മുടെ വീട്ടിൽ ജോലിക്ക് വരുന്ന പല ആൾക്കാരുണ്ടാകാം. പക്ഷേ ഒരു ബാല്യത്തിലുള്ള ആ ഭവനത്തിനകത്ത് ബാല്യാവസ്ഥയിലിരിക്കുന്ന ഒരു കുട്ടിയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമ്മുടെ ഭവനത്തിനകത്തേക്ക് വരുന്ന ജോലിക്കാർ അവനേക്കാളും ബെറ്ററായിരിക്കും, അഡ്വാൻസ്ഡ് ആയിരിക്കും. ഈ ബാലൻ ശൈശവത്തിലിരിക്കുന്നതേ ഉള്ളൂ, ബാല്യാവസ്ഥയിലിരിക്കുന്നതേ ഉള്ളൂ, കാര്യപ്രാപ്തി ഉണ്ടായിട്ടില്ല. അപ്പോൾ ആ സ്റ്റേറ്റ്മെൻറ്റിന് എങ്ങനെ പറയാം, അവകാശിയായിട്ടുള്ള ഒരു മകൻ, ഒരു ഭവനത്തിലെ അവകാശിയായിട്ടുള്ള മകൻ ബാല്യാവസ്ഥയിലിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ജോലിക്ക് വരുന്ന സർവൻറ്റിനെ വെച്ച് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ സർവൻ്റ് ആയിരിക്കും ബെറ്റർ. പലപ്പോഴും സർവൻ്റ് ആയിരിക്കും ഈ ബാല്യാവസ്ഥയിലിരിക്കുന്ന കുഞ്ഞിനെ നിയന്ത്രിക്കാനായിട്ട് ശ്രമിക്കുന്നത്. കാരണം ബാല്യാവസ്ഥയിലിരിക്കുന്ന വ്യക്തിക്ക് കാര്യപ്രാപ്തി ആയിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. പക്ഷേ ആ ബാലനെ സംബന്ധിച്ചിടത്തോളം ആ ഭവനത്തിൻ്റെ അവകാശിയാണ്. ആ ഭവനത്തിനകത്ത് എന്തൊക്കെയുണ്ടോ, ആ അപ്പനും അമ്മയ്ക്കും എന്തൊക്കെ ഇൻഹെറിറ്റൻസ് ഉണ്ടോ, അതിൻ്റെയൊക്കെ അവകാശിയാണ് ശരിക്കും ഈ ബാലൻ. പക്ഷെ അവൻ്റെ ബാല്യാവസ്ഥ ഒരു പ്രശ്നമാണ്. അപ്പോൾ അപ്പനും അമ്മയ്ക്കും ആ ബാലനോട് സ്നേഹമുണ്ടോ? ഉണ്ട്, ബാലനോട് നല്ല രീതിയിൽ സ്നേഹമുണ്ട്, കരുതലുണ്ട്. പക്ഷെ ആ ബാല്യാവസ്ഥയിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ
ഉത്തരവാദിത്വങ്ങളെയൊന്നും ഏൽപ്പിക്കാനായിട്ട് അപ്പനും അമ്മയ്ക്കും പറ്റത്തില്ല. അപ്പോൾ പലപ്പോഴും ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിക്കുന്നത് ആരെയായിരിക്കും? ഈവൻ ഈ ബാലനെ പോലും നോക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഏൽപ്പിക്കുന്നത് ആ വീട്ടിൽ സെർവൻ്റായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ കാര്യസ്ഥനായിട്ട് നിൽക്കുന്ന വ്യക്തികളെ ആയിരിക്കും. പക്ഷേ ആ കാര്യസ്ഥന് അല്ലെങ്കിൽ അവിടെ ജോലിക്ക് നിൽക്കുന്ന വ്യക്തിക്ക് ആ ഭവനത്തിൽ എന്തെങ്കിലും അധികാരമുണ്ടോ, അവകാശമുണ്ടോ, ഇൻഹെറിറ്റൻസ് ഉണ്ടോ? നോ. അവർ കൂലിക്ക് നിൽക്കുന്നവരാണ്, ശമ്പളത്തിന് നിൽക്കുന്നവരാണ്. അപ്പോൾ അവർക്ക് അത്രയ്ക്കത്രേ ആ ഭവനത്തുമായിട്ട് ബന്ധമുണ്ടാകത്തുള്ളൂ. പക്ഷേ കാര്യപ്രാപ്തിയുടെ കാര്യത്തിൽ ഈ ബാലനേക്കാളും അവർ എഹെഡാണ്. അപ്പോൾ ഞാനൊരു എക്സാമ്പിൾ ഇങ്ങനെ വയ്ക്കുവാണ്. നിങ്ങളൊരു ഭവനം അസ്യൂം ചെയ്യുക. ഒരുപക്ഷെ അത് നിങ്ങളുടെ ഭവനമാകാം, നിങ്ങളുടെ ഒരു കൂട്ടുകാരൻ്റെ ഭവനമാകാം. നിങ്ങളുടെ ഒരു ഭവനം അസ്യൂം ചെയ്യുക. അവിടെ ഒരു അപ്പനുണ്ട്, ആ അപ്പനൊരു മകനുണ്ട്. മകനിപ്പോൾ ഒരു വയസ്സ് 2 വയസ്സ് പ്രായമാണ്. അപ്പോൾ അപ്പന് എല്ലാ ദിവസവും ജോലിക്ക് പോകേണ്ടതുള്ളത് കൊണ്ട് ഈ മകനെ അപ്പന് പകൽ സമയത്ത് ഡേ ടൈമിൽ നോക്കാൻ പറ്റാത്തത് കൊണ്ട് ആ മകനെ നോക്കാനായിട്ട് അവിടെ ഒരു കാര്യസ്ഥനെ അല്ലെങ്കിൽ ഒരു സെർവൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്യുന്നത് വെക്കുക, ഒരു മാസ സാലറിക്ക്. രാവിലെ അപ്പൻ ജോലിക്ക് പോകുമ്പോൾ ഈ സർവൻ്റ് അവിടെ വരുന്നു. ഈ മകൻ്റെ ഉത്തരവാദിത്വം ആ സർവൻറ്റിനെ ഏൽപ്പിക്കുന്നു. രാവിലെ ഫുഡ് കൊടുക്കേണ്ട കാര്യം, ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കേണ്ട കാര്യം, വൈകുന്നേരം ഫുഡ് കൊടുക്കേണ്ട കാര്യം, ആ മോനെ ഓർക്കേണ്ട കാര്യം, പരിപാലിക്കേണ്ട കാര്യം, കുളിപ്പിക്കേണ്ട കാര്യം, ശുചിയാക്കേണ്ട കാര്യം, ഇങ്ങനെ പല റെസ്പോൺസിബിലിറ്റി ഈ സർവൻറ്റിനെ ഏൽപ്പിച്ചിട്ടായിരിക്കും അപ്പൻ തൻ്റെ ഔദ്യോഗിക മേഖലയിലേക്ക് പോകുന്നത്. അപ്പോൾ എല്ലാ ദിവസവും ഇതാ. മേ ബി ചിലപ്പോൾ പബ്ലിക് ഹോളിഡേ കിട്ടുന്ന ദിവസം അപ്പൻ മകൻ്റെ കാര്യം നോക്കും. അല്ലാത്ത ദിവസം ഈ സർവൻ്റാണ് ഈ മകൻ്റെ കാര്യങ്ങളെല്ലാം നോക്കുക. അപ്പോൾ അവിടെ ബിസ്ക്കറ്റ് മേടിച്ച് വെച്ചിട്ടുണ്ടാവും, പാല് മേടിച്ച് വെച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫ്രൂട്ട്സ് മേടിച്ച് വെച്ചിട്ടുണ്ടാകും. അപ്പോൾ ഈ കുഞ്ഞിന് ഇതൊന്നും തനിയെ 1.5 വയസ്സായ 2 വയസ്സായ കുഞ്ഞിന് ഇതൊന്നും തനിയെ കഴിക്കാൻ പോലും അറിയത്തില്ല. അപ്പോൾ വിശക്കുമ്പോൾ ആരെ ആശ്രയിക്കേണ്ടി വരും? ഈ ബാല്യക്കാരത്തിയെ അല്ലെങ്കിൽ അവിടെ സെർവൻ്റായിട്ട് വെച്ചേക്കുന്ന ആ വ്യക്തിയെ ആശ്രയിച്ചിട്ടാണ് വിശപ്പ് പോലും ആ കുഞ്ഞിന് ശമിപ്പിക്കാൻ പറ്റുക. അപ്പോൾ ഈ ഇരിക്കുന്ന ബിസ്ക്കറ്റും പാലും ഫ്രൂട്ട്സും എല്ലാം അവൻ്റെ അവകാശമാണെങ്കിൽ പോലും അവനത് കഴിക്കാൻ പ്രാപ്തി ആയിട്ടില്ലാത്തത് കൊണ്ട് ഒരു സർവൻറ്റിൻ്റെ സഹായം അവന് വേണ്ടി വരും. ഇനി ഈ സർവൻറ്റിനെ വെച്ചത് അപ്പനാണ്. ചിലപ്പോൾ ഒന്നിലധികം സർവൻ്റ് ഉണ്ടാകാം. അവന് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു സർവൻറ്റിനെ വെക്കാം, അവൻ്റെ തുണികളൊക്കെ അലക്കാൻ വേണ്ടിയിട്ടുള്ള മറ്റൊരു സർവൻറ്റിനെ വെക്കാം. അപ്പോൾ ഓരോ അപ്പൻ്റെയും ആസ്തി അനുസരിച്ച് സർവൻറ്റിൻ്റെ എണ്ണം കൂടാം, കുറയാം. അപ്പോൾ ഈ വ്യക്തികളെല്ലാം അപ്പോയിൻ്റ് ചെയ്യുന്നത് അപ്പനാണ്. ആർക്ക് വേണ്ടി? തൻ്റെ കുഞ്ഞിൻ്റെ പരിപാലനത്തിന് വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾക്ക് ഇതേ കാര്യത്തെ നമ്മുടെ മതവുമായിട്ട് കണക്ട് ചെയ്തൊന്ന് ചിന്തിക്കാം. ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ മതവുമായിട്ട് കണക്ട് ചെയ്തൊന്ന് ചിന്തിക്കാം. ഒരു വ്യക്തി ഈ ഭൂമിയിലേക്ക് ജനിക്കുമ്പോൾ അത് ഏത് ഭാഷക്കാരനാണെങ്കിലും ഏത് ജാതിക്കാരനാണെങ്കിലും ഏത് കൺട്രിയിലാണെന്നുണ്ടെങ്കിലും ആ കുഞ്ഞ് ജനിക്കുന്നത് ഒരു മൃഗപ്രകൃതവുമായിട്ടാണ്. ഓക്കെ, ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കുറച്ച് കീനായിട്ട് ശ്രദ്ധിച്ചാലേ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആശയം നിങ്ങളിലേക്ക് കൺവേ ആകത്തുള്ളൂ. വെറുതെ പ്ലെയിനായിട്ട് ചിന്തിച്ചാൽ അത് കിട്ടത്തില്ല. അമേരിക്കയിലാണെങ്കിലും ചൈനയിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ആഫ്രിക്കയിലാണെങ്കിലും ഒരാടിൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആടിൻ്റെ കുഞ്ഞ് കരയുന്നത് ഒരുപോലെ തന്നെയാണ്. ഒരു പശുവിൻ്റെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ ആ പശുവിൻ്റെ കുഞ്ഞ് കരയുന്നത് എല്ലാ സ്ഥലത്തും ജിയോഗ്രഫിക് ലൊക്കേഷൻ ഏതാണെങ്കിലും ഒരുപോലെ തന്നെയാണ്. റൈറ്റ്. സോ ഇതേപോലെ തന്നെയാണ് ഒരു മനുഷ്യ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഏത് വർഗത്തിലാണെങ്കിലും ഏത് ജാതിയിലാണെങ്കിലും ഏത് ഭാഷയിലാണെങ്കിലും ഏത് രാജ്യത്താണെങ്കിലും ഒരു മനുഷ്യക്കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ആ മനുഷ്യക്കുഞ്ഞ് കരയുന്നത് ഒരേ ഭാഷയിൽ തന്നെയാണ്. ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഹിന്ദിയിലോ തമിഴിലോ ഉറുദുവിലോ ഒന്നും അല്ല കുഞ്ഞ് കരയുക. കുഞ്ഞിൻ്റെ എല്ലാ പ്രകൃതവും ഒരുപോലെ തന്നെയാണ് എവിടെയാണെങ്കിലും. സോ കുഞ്ഞ് ജനിക്കുന്നത് ഒരു മൃഗപ്രകൃതത്തിൽ എന്ന് പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ്. ഇനി ആ കുഞ്ഞ് പിറന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ കുഞ്ഞിനെ ഒരു മനുഷ്യക്കുഞ്ഞായിട്ട് വളർത്തുന്നതിനാവശ്യമായിട്ടുള്ള കുറച്ച് ഇൻസ്ട്രക്ഷൻസ്, ഇൻഫർമേഷൻസ്, ട്രെയിനിങ്ങുകൾ ഒക്കെ ആവശ്യമായിട്ട് വരും. അപ്പോൾ ഒരു ക്രിസ്ത്യാനി ആ കുഞ്ഞിനെ വളർത്തുന്നത് ക്രിസ്തീയ ഉപദേശത്തിലായിരിക്കും. ഒരു മുസ്ലിം ആ കുഞ്ഞിനെ വളർത്തുന്നത് ആ മുസ്ലിമിൻ്റെ കൾച്ചറിലായിരിക്കും. അങ്ങനെ ഓരോ ദേശത്തും ഓരോ ജാതിയിലും ഓരോ വിശ്വാസത്തിലുമുള്ള ആൾക്കാർ ആ കുഞ്ഞിനെ അവരവരുടെ നിലവാരത്തിൽ
ട്രെയിനിങ് കൊടുത്തായിരിക്കും വളർത്തുന്നത്. എന്താ ഉദ്ദേശം? അപ്പോൾ അവരുടെ ആഗ്രഹം അവരെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്ന കമ്മ്യൂണിറ്റിയിൽ ആ കമ്മ്യൂണിറ്റിയുടെ എല്ലാ ഗുണഗണങ്ങളും കൂടെ ഈ കുഞ്ഞ് വളർന്നു വരണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് അത്തരത്തിലുള്ള ട്രെയിനിങ് പ്രോഗ്രാമുകൾ കൊടുക്കുക. അപ്പോൾ കുഞ്ഞ് ജനിച്ചത് ലോകത്തിലെല്ലായിടത്തും ഒരുപോലെ ആണെങ്കിലും ക്രിസ്ത്യാനിയാണോ, ഹിന്ദുവാണോ, മുസൽമാനാണോ, ജൈനവനാണോ, ബുദ്ധനാണോ ഈ ഒരു വകഭേദങ്ങളുമില്ലാതെ, ഈ ഒരു വ്യത്യാസവുമില്ലാതെയാണ് ഒരു കുഞ്ഞ് ജനിച്ചാൽ പോലും ആ കുഞ്ഞിനെ നമ്മൾ വളർത്തി വലുതാക്കുമ്പോൾ ആ സൊസൈറ്റിയുടെ ഭാഗമായിട്ട് ആ കുഞ്ഞ് മാറും, ആ മതത്തിൻ്റെ ഭാഗമായിട്ട് ആ കുഞ്ഞ് മാറും. അപ്പോൾ ഇത് ഒരു പ്രകൃതി നിയമമാണ്. അപ്പോൾ എന്തിനാണ് മതങ്ങൾ വെച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം മതം സ്ഥാപിക്കപ്പെട്ടത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കുഞ്ഞിന് ശരിയായ മോറൽ വാല്യൂ കൊടുക്കാൻ, മൃഗപ്രകൃതത്തിൽ നിന്ന് മനുഷ്യപ്രകൃതത്തിലുള്ള ഒരു ഭാവത്തിൽ, ഒരു കൾച്ചറിൽ ആ കുഞ്ഞ് വളരാൻ വേണ്ടി അവൻ്റെ എല്ലാ മേഖലയിലും ഒരു രൂപകൽപ്പന ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു മതങ്ങൾ ആദ്യം ഉണ്ടായത്. അതേത് മതമാണെങ്കിലും നല്ല ഉദ്ദേശത്തിലാണ് മതങ്ങൾ സ്ഥാപിക്കപ്പെട്ടത്. അവൻ്റെ മോറൽ വാല്യൂ നല്ലതായിരിക്കണം, അവൻ്റെ സ്വഭാവം നല്ലതായിരിക്കണം, അവൻ പറയുന്ന ആദർശങ്ങൾ, അവൻ്റെ ക്യാരക്ടേഴ്സ് എല്ലാം നല്ലതായിരിക്കണം. ഈ ലക്ഷ്യം വെച്ചാണ് മതങ്ങൾ തുടങ്ങിയത്. അതുകൊണ്ട് ബൈബിളും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു കുഞ്ഞ് ജനിച്ച് ആ കുഞ്ഞിന് മെച്യൂരിറ്റി എത്തുന്ന പ്രായം വരെ, ആ പ്രായം ഏതാണെന്ന് ഒരു അപ്പനാണ് തീരുമാനിക്കുന്നത്. ഓക്കെ, അപ്പൻ്റെ കാഴ്ചപ്പാടിൽ എൻ്റെ കുഞ്ഞ് ഒരു മെച്യൂർഡായി, ഇനി അവന് കാര്യപ്രാപ്തിയായി എന്ന് അപ്പന് തോന്നുന്ന പ്രായം വരെ അപ്പൻ ചില വ്യക്തികളെ ഏൽപ്പിക്കും ഈ കുഞ്ഞിനെ ശരിയായിട്ട് മോൾഡ് ചെയ്യാൻ. പ്രാചീന കാലത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഗുരുകുല വിദ്യാഭ്യാസമായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്താണെന്നുണ്ടെങ്കിൽ നമുക്ക് മതവുമുണ്ട്, എഡ്യൂക്കേഷൻ സിസ്റ്റവും ഉണ്ട്, ഒപ്പം തന്നെ മറ്റുള്ള പല ട്രെയിനിങ് പ്രോഗ്രാമുകളുമുണ്ട്. സോ ഇവിടെയെല്ലാം ഒരു കുഞ്ഞിനെ കൊണ്ട് അപ്പൻ ഇക്വിപ്പ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുഞ്ഞിന് ഒരു മെച്യൂരിറ്റി ആകുന്നത് വരെ അവൻ്റെ സമസ്ത മേഖലകളിലും ഒരു ബെറ്റർമെൻ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അപ്പൻ തീരുമാനിക്കുന്ന പ്രായപരിധി എത്തുവോളം അപ്പൻ ചില ടീച്ചേഴ്സിനെ, ചില ഗുരുക്കന്മാരെ, ചില മതവക്താക്കളെ ഈ കുഞ്ഞിൻ്റെ ബെറ്റർമെൻറ്റിന് വേണ്ടിയിട്ട് ഏൽപ്പിക്കും. പക്ഷേ ഒരിക്കലും ഒരപ്പൻ ആഗ്രഹിക്കത്തില്ല എക്കാലവും എൻ്റെ മകൻ ഒരു സിസ്റ്റത്തിൻ്റെ അടിമയായി ജീവിക്കണമെന്ന്. ഒരിക്കലും ഒരപ്പൻ ആഗ്രഹിക്കത്തില്ല. ദൈവത്തിൻ്റെ ഹാർട്ട് എന്ന് പറയുന്നത് തൻ്റെ മക്കളായ ഈ സർവ്വജനങ്ങളും, ദൈവത്തിന് കാസ്റ്റും വേരിയേഷൻസും ലൊക്കേഷൻസും ഒന്നും ദൈവം വേർതിരിവൊന്നും വെച്ചിട്ടില്ല. സോ ഈ ഭൂമിക്കകത്ത് ജീവിക്കുന്ന സകല മനുഷ്യരും തൻ്റെ മക്കളായിട്ടാണ് ദൈവം കാണുന്നത്. അപ്പോൾ തുടക്ക കാലഘട്ടത്തിൽ അവർ ഒരു മതത്തിൻ്റെ കീഴിൽ, ചില കസ്റ്റമിൻ്റെ കീഴിൽ, ചില ട്രഡീഷൻ്റെ കീഴിലൊക്കെ മുതിർന്നു വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. പക്ഷെ അതിനൊരു പ്രായപരിധി, ഒരു കാലഘട്ടം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതുവരെ മാത്രമേ ദൈവം അനുവദിക്കത്തുള്ളൂ. അത് കഴിയുമ്പോൾ ആ പ്രമാണങ്ങളിൽ നിന്ന്, ആ സിസ്റ്റത്തിനകത്ത് നിന്ന് പുറത്ത് വന്നാൽ മാത്രമേ ദൈവം ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡിൽ ആ വ്യക്തിക്ക് ജീവിക്കാൻ പറ്റത്തുള്ളൂ. ഇതാണ് ദൈവത്തിൻ്റെ കാഴ്ചപ്പാട്. ആ സിസ്റ്റത്തിനകത്ത് വളരാനായിട്ട്, ട്രെയിനിങ് കൊടുക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്ന സിസ്റ്റത്തിൻ്റെ അകത്തായിപ്പോയി കഴിഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന നിലവാരത്തിനകത്ത് ആ വ്യക്തിയിൽ ഒരു പ്രവർത്തന സജ്ജമായ ഒരു മൈൻഡ് ഉണ്ടാകത്തില്ല, അല്ലെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഒരു ക്വാളിറ്റി അവനുണ്ടാകത്തില്ല. ഒരു പ്രായം കഴിയുമ്പോൾ അവൻ പുറത്ത് വരണം. പക്ഷേ നമ്മൾ ഇന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഏതെങ്കിലുമൊക്കെ സ്പിരിച്വൽ ഐക്കോൺസിനെ എടുത്തു കഴിഞ്ഞാൽ അവരെല്ലാം മതത്തിന് പുറത്ത് വന്ന ആൾക്കാരാണ്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ജീസസ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന വ്യക്തി മതവക്താവല്ല. അദ്ദേഹം മതത്തിന് അതീതനായി വെളിയിൽ വന്ന വ്യക്തിയാണ്. അദ്ദേഹം ജനിച്ച് വളർന്ന യഹൂദ മതത്തിന് ആ പുറന്തോടുകളെല്ലാം പൊട്ടിച്ചുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ്റെ അടുക്കിലേക്ക് ആത്മീകമായിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് അദ്ദേഹം ആ മതത്തിൻ്റെ അകത്തുനിന്ന് പുറത്തു വന്ന വ്യക്തിയാണ്. ശ്രീ ബുദ്ധൻ എടുത്താലും സിദ്ധാർത്ഥൻ, ശ്രീ ബുദ്ധൻ എന്ന് പറയുന്ന ആ പദവിയിലേക്ക് വന്നത് അദ്ദേഹം ജനിച്ച് വളർത്തപ്പെട്ട, ആചരിച്ച് വന്ന മതാചാരാനുഷ്ഠാനങ്ങളിൽ നിന്നൊക്കെ പുറത്തു വന്നപ്പോഴാണ്. ശ്രീ വിവേകാനന്ദൻ അതുപോലെ തന്നെയാണ്. നമ്മുടെ ശ്രീനാരായണ ഗുരു അതുപോലെ തന്നെയാണ്. ഇന്നും നമ്മൾ ജീവിച്ചിരിക്കുന്ന ചില സ്പിരിച്വൽ ഐക്കോൺസ് നോക്കിക്കഴിഞ്ഞാൽ അവരെല്ലാം മതത്തിൻ്റെ പുറത്ത് വന്നവരാണ്. പക്ഷെ മതനേതാക്കന്മാർ, മതപണ്ഡിതന്മാർ മതത്തിനകത്ത് തന്നെ നിലനിൽക്കുന്നത് കൊണ്ടാണ് അവരിപ്പോഴും ആ ബോണ്ടേജിനകത്ത് കിടക്കുന്നത്, സ്ലേവറിക്കകത്ത് കിടക്കുന്നത്. പിതാവ് നിശ്ചയിച്ച അവധി കഴിഞ്ഞാൽ
ആ കുഞ്ഞിന് വളരാനായിട്ട് പിതാവ് നിശ്ചയിച്ചിരിക്കുന്ന അവധി കഴിഞ്ഞാൽ, ആ കുഞ്ഞ് ആ മെച്യൂരിറ്റിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, അവിടെ നിന്ന് അവനെ പിതാവ് ആഗ്രഹിക്കുന്ന ലിബറേഷനിലേക്ക്, ആ സ്വാതന്ത്ര്യത്തിനകത്തേക്ക് കൊണ്ടുവരാനായിട്ട് ദൈവം ഒരു വ്യക്തിയെ നിയോഗിക്കും. സോ ഒരു വ്യക്തിയാണ് അവൻ ഈ മതത്തിൻ്റെ തോട് പൊട്ടിച്ച് അവനെ പുറത്തേക്ക് എടുക്കാനായിട്ട് ഒരു വ്യക്തി വേണം. അപ്പോൾ ഗലാത്യർ ലേഖനത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ യഹൂദ മതം എന്ന് പറയുന്ന മതത്തിൻ്റെ ആ പുറംചട്ട പൊട്ടിച്ച് അതിനകത്തുനിന്ന് സകല ജനങ്ങളെയും, ദൈവത്തിൻ്റെ ജനങ്ങളെയെല്ലാം പുറത്തേക്ക് കൊണ്ടുവരാനായി ആ കാലഘട്ടത്തിൽ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ജീസസ് ആയിരുന്നു. അപ്പോൾ ജീസസ് ആയിരുന്നു ആ കാലഘട്ടത്തിലെ യഹൂദന്മാരെയെല്ലാം യഹൂദ മതത്തിനകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന വ്യക്തി. ഇനി ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഓരോ ദേശത്ത് ഓരോ സമയത്ത് ഇതുപോലെയുള്ള അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളുണ്ടായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ ശ്രീനാരായണ ഗുരുവോ വിവേകാനന്ദനോ അങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഇത്തരത്തിൽ ഒരു സമൂഹത്തെ അടിമത്വത്തിനകത്തുനിന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന വ്യക്തികൾ തന്നെയാണ്. പക്ഷെ അവരെയൊക്കെ നമ്മൾ റെക്കഗ്നൈസ് ചെയ്തത്, ഇവർ ചെയ്തത് ഇന്നതായിരുന്നു എന്ന് മനസ്സിലാക്കിയത് അവരുടെയൊക്കെ കാലഘട്ടം കഴിഞ്ഞ് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ്. ഇതായിരുന്നു അവരുടെ അന്നത്തെ പ്രവർത്തനം. അപ്പോൾ എപ്പോഴും നമുക്ക് ട്യൂബ് ലൈറ്റാണ്, പലതും പെട്ടെന്ന് കത്തത്തില്ല. അവരുടെയൊക്കെ കാലം കഴിഞ്ഞ് വർഷങ്ങളോ നൂറ്റാണ്ടുകളോ ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും നമുക്കിത് കത്തുന്നത്. അന്ന് നമ്മൾ അവർക്ക് ദൈവിക പരിവേഷം കൊടുത്ത് ചില്ലുകൂട്ടിനകത്തും ഫോട്ടോയ്ക്കകത്തും പൂജാമുറിക്കകത്തുമൊക്കെ സ്ഥാനം കൊടുക്കും. പക്ഷെ അവർ ജീവിച്ചിരിക്കുമ്പം തിരിഞ്ഞു നോക്കത്തില്ല. ആട്ടലും തുപ്പലും അവഗണനയുമായിരിക്കും. സോ ഇങ്ങനെ ദൈവം അപ്പോയിൻറ്റ് ചെയ്ത ഓരോ വ്യക്തികൾ പല കാലഘട്ടങ്ങളിൽ ഈ ചട്ടക്കൂട് പൊളിച്ച് ജനങ്ങളെ സ്വാതന്ത്ര്യത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് നിയോഗിച്ച് അവതരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും പറയുന്നത് അങ്ങനെയാണ്. മതം കിഡ്നാപ്പ് ചെയ്ത് വെച്ച്, ആ പദം അങ്ങനെയാണ്. ബൈബിൾ പറയുന്ന ഓരോ പദത്തിനും ഭയങ്കര ആത്മീയ അർത്ഥമുണ്ട്. കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന വ്യക്തികളെ ആ കിഡ്നാപ്പിനകത്തു നിന്ന് മോചിപ്പിക്കാൻ വേണ്ടിയിട്ട്, ആ റിലീജിയസ് ബൈൻഡിങ്ങിനകത്തുനിന്ന് മോചിപ്പിക്കാനായിട്ട്, ആ നിയമ സംഹിതകൾക്കകത്തുനിന്ന് റെസ്ക്യൂ ചെയ്യാനായിട്ട് ദൈവം അപ്പോയിൻ്റ് ചെയ്ത വ്യക്തികൾ വന്നിട്ട് ശരിക്കുമുള്ള അവകാശത്തിനകത്തേക്ക്, ശരിക്കുമുള്ള ആ ഒരു പ്രിവിലേജിനകത്തേക്ക് ഈ വ്യക്തികളെ കൊണ്ടുവരാനായിട്ട് ഒരു വ്യക്തി സഹായിക്കും. പിതാവിൻ്റെ മകനായ വ്യക്തി ഒരു സിസ്റ്റത്തിൻ്റെ അടിമത്വത്തിനകത്ത് കിടക്കുവാണ്. ആ അടിമത്വത്തിനകത്ത് നിന്ന് ഈ വ്യക്തിയെ മോചിപ്പിച്ച് കൊണ്ടുവന്നാൽ മാത്രമേ ഈ പിതാവിൻ്റെ ആസ്തിത്വത്തിനകത്ത് നിന്നുകൊണ്ട് ഈ പിതാവിൻ്റെ ശരിക്കുമുള്ള ആ ഇൻഹെറിറ്റൻസിനെ സ്വീകരിച്ചുകൊണ്ട് ആ ലിബറേഷനിലേക്ക്, ആ സ്വാതന്ത്ര്യത്തിൻ്റെ ലൈഫിനകത്തേക്ക് ആ വ്യക്തിക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇവിടെ വീണ്ടും കുറേ കാര്യങ്ങൾ സംഭവിക്കണം. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ ഈ ബോണ്ടേജിൽ നിന്ന് പൊട്ടി ലിബറേഷനിലേക്ക് വന്നാലും, ആ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നാലും, ഞാനിപ്പോൾ സ്വാതന്ത്ര്യത്തിൽ എത്തിയെന്ന് ആ വ്യക്തി മനസ്സിലാക്കണം. ബോണ്ടേജിലായിരുന്ന ലൈഫ് സ്റ്റൈൽ അല്ല ഇനി ഞാൻ അനുവർത്തിക്കേണ്ടത്, ഇവിടെ ഒരു ഫ്രീഡത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ ഉണ്ടെന്ന് മനസ്സിലാക്കണം. ഇവിടെ എല്ലാം ചോദിച്ച് അനുവാദം മേടിച്ച് അങ്ങനെ ചെയ്യേണ്ടുന്ന ഒരു സിറ്റുവേഷനിലായിരുന്നു എന്നുണ്ടെങ്കിൽ ഇവിടെ ഡിസിഷൻ എടുക്കേണ്ടത് ഞാനാണ്. എനിക്കതിനുള്ള അതോറിറ്റി ഉണ്ട്, അതിനുള്ള പ്രിവിലേജ് ഉണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ മാറണം, തോട്ട് പ്രോസസ്സ് മാറണം, ഡിസിഷൻ മേക്കിങ്ങിനുള്ള പവർ വരണം, ആ അതോറിറ്റി വെളിപ്പെടണം. സോ അതിന് വേണ്ടിയിട്ട് അവൻ സജ്ജമാകണം. ഇങ്ങനെ ഒത്തിരി പ്രോസസ്സുകൾ ഈ ബോണ്ടേജ് പൊട്ടി വെളിയിൽ വരുന്ന വ്യക്തി മനസ്സിലാക്കിയെടുക്കേണ്ടതായിട്ടുണ്ട്. സോ ഇറ്റ്സ് അഗെയിൻ എ ട്രെയിനിങ് പ്രോഗ്രാം. ഓക്കെ, അപ്പോൾ ഗലാത്യ ലേഖനത്തിനകത്ത് അടുത്ത് പറയുന്ന ഇതാണ്, ശരിക്കുമുള്ള ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിനകത്തേക്ക് ഒരു വ്യക്തിയെ സ്വതന്ത്രമാക്കി കൊണ്ടുവരാനായിട്ട് ദൈവം ചില വ്യക്തികളെ അപ്പോയിൻറ്റ് ചെയ്യും. അപ്പം മതം എന്ത് ചെയ്യും? അടിമത്വത്തിനകത്ത്, ബോണ്ടേജിനകത്ത്, ആ ഒരു കിഡ്നാപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സിസ്റ്റത്തിനകത്ത് നിന്ന് ഒരു വ്യക്തിയെ കൊണ്ടുവരാനായിട്ട്, പുറത്ത് കൊണ്ടുവരാനായിട്ട് ഒരു വ്യക്തി ശ്രമിക്കുമ്പോൾ ഈ മതത്തിൻ്റെ വക്താക്കളെല്ലാം നഖശികാന്തം കടിച്ചു കീറാനായിട്ട്, ആ വ്യക്തി ഇല്ലായ്മ ചെയ്യാനായിട്ട് എത്രത്തോളം ബലം സംഹരിച്ച് അവനെ നശിപ്പിക്കാൻ പറ്റുമോ അതിനെല്ലാം ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും. സോ ജീസസ് എന്ന് പറയുന്ന വ്യക്തി യഹൂദ മതത്തിനകത്തുള്ള വ്യക്തികളെ ആ അടിമത്വത്തിനകത്തുനിന്ന് റെസ്ക്യൂ ചെയ്ത് സ്പിരിറ്റ് ലൈഫിൽ അയക്കാനായിട്ട്, അവരെ പുറത്തു കൊണ്ടുവരാനായിട്ട് നോക്കുമ്പോഴെല്ലാം മതവക്താക്കൾ, സദൂക്യർ, ശാസ്ത്രിമാർ
അവിടെയുള്ള പണ്ഡിതന്മാർ, പുരോഹിതന്മാർ, മഹാപുരോഹിതന്മാർ ജീസസിനെ എങ്ങനെ കൊല്ലാം? കയ്യിലിരിക്കുന്ന കൽപ്പന എന്താ? കൊല ചെയ്യരുത്. പക്ഷെ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ? ജീസസിനെ എങ്ങനെ കൊല്ലാം. കയ്യിലിരിക്കുന്ന കൽപ്പന എന്താ? കള്ളസാക്ഷ്യം പറയരുത്. പക്ഷെ ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താ? ജീസസിനെതിരെ എന്തൊക്കെ അലിഗേഷൻ ഉണ്ടാക്കി പബ്ലിക്കിനെ ഇളക്കി അവൻ്റെ എതിരെ കള്ളസാക്ഷികളെ നിർത്താമോ അങ്ങനെ എല്ലാ കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന കൽപ്പനകൾ പറയുന്ന പ്രമാണങ്ങൾക്കെതിരെ അവർ തന്നെ ഈ വ്യക്തി ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ എടുക്കുക. എന്തുകൊണ്ട്? ഈ വ്യക്തി ശ്രമിക്കുന്നത് ഈ അടിമത്വത്തിനകത്തുനിന്ന് ജനങ്ങളെ റെസ്ക്യൂ ചെയ്യാനാണ്. ഇത് ആരുടെ പദ്ധതിയാണ്? ദൈവത്തിൻ്റെ പദ്ധതിയാണ്. സോ ദൈവത്തിൻ്റെ പദ്ധതിക്ക് എതിരെ എപ്പോഴും മുഷ്ടി ചുരുട്ടുന്ന, പല്ലും നഖവും കൂർപ്പിക്കുന്ന ഒരു വർഗമെന്ന് പറയുന്നത് മതവക്താക്കൾ, മതത്തിൻ്റെ അധികാരികൾ തന്നെയാണ്. കാരണം അവർക്കെപ്പോഴും ഈ അടിമത്വത്തിനകത്ത് ജനങ്ങളെ കിട്ടണം. ദൈവം ആഗ്രഹിക്കുന്ന ഫ്രീഡത്തിനകത്തേക്ക് അവർ ജനങ്ങളെ വിടത്തില്ല. ഇത് ഞാൻ ക്രിസ്തീയ മതത്തെ ബേസ് ചെയ്ത് പറയുന്നുണ്ടെങ്കിലും എല്ലാ മതത്തിനകത്തും ഇത് തന്നെയാണ്. ക്രിസ്തീയ മതത്തെക്കാൾ തീവ്രമായ മതങ്ങൾ വേറെയും ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. സോ ആത്മാവിൻ്റെ സ്വാതന്ത്ര്യത്തിൽ ജനങ്ങളെ ജീവിക്കാൻ അനുവദിക്കാതെ ജനങ്ങളെ തളച്ചിടുന്ന ആ സിസ്റ്റം. സോ അവസാനം ദൈവം ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: എങ്ങനെ ഈ ബോണ്ടേജിൽ നിന്ന് പുറത്തേക്ക് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതിനകത്ത് ദൈവം ആഗ്രഹിക്കുന്ന ഒരു പ്രോസസ്സുണ്ട്. ഒരു വ്യക്തിയെ ഈ മതത്തിൻ്റെ അടിമത്വത്തിനകത്ത് നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഒരു പ്രോസസ്സിലൂടെ കൊണ്ടുവരണമെന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ആ പ്രോസസ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവനൊരു ബോധം നമ്മൾ ആദ്യം കൊടുക്കണം. എന്ത് ബോധമാണ്? മോനെ, നീ ഇപ്പം നിൽക്കുന്നത് ഒരു അടിമത്വത്തിനകത്താണ്, ഒരു സ്ലേവറിക്കകത്താണ്, ഒരു ബോണ്ടേജിനകത്താണ്. നിൻ്റെ അപ്പൻ ഇപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പനെ നോക്കിക്കേ. അപ്പനെ കാണിച്ച് അപ്പൻ്റെ ശരിക്കുമുള്ള ലീനേജ് എന്താണ്, അപ്പൻ്റെ ശരിക്കുമുള്ള പൊട്ടൻഷ്യൽ എന്താണ്, അപ്പൻ്റെ ശരിക്കുമുള്ള ഒരു വിസ്ഡം എന്താണ് എന്ന് അപ്പനെ കാണിച്ച് ആ അപ്പൻ്റെ അവകാശങ്ങളെയും അധികാരങ്ങളെയും അപ്പൻ്റെ ഇൻഹെറിറ്റൻസിനെയും കാണിച്ച് ആ കാര്യത്തെ നിനക്കും സ്വീകരിച്ച് നിനക്കതുപോലെ അപ്പനായിരിക്കുന്ന പോലെ നിനക്കും ആകാൻ പറ്റുമെന്നുള്ള ആ ഒരു ട്രെയിനിങ് പ്രോഗ്രാം മെല്ലെ ഈ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള ആൾ ഇതിനകത്തിരിക്കുന്ന ആ കുഞ്ഞിന് പറഞ്ഞു കൊടുക്കണം, ആ മെച്യൂറായിട്ടുള്ള വ്യക്തിക്ക് പറഞ്ഞു കൊടുക്കണം. ഓക്കെ, അപ്പോൾ മതത്തിൻ്റെ പരിമിതികളെക്കുറിച്ചും മതത്തിൻ്റെ പോരായ്മകളെക്കുറിച്ചും എന്തിനാണ് മതം വെച്ചതെന്നുള്ളതിനെക്കുറിച്ചും അവനെ പരിചയപ്പെടുത്തുക, അവന് പറഞ്ഞു കൊടുക്കുക. അത് കഴിഞ്ഞ് അപ്പൻ്റെ ഇൻഹെറിറ്റൻസിനെ കുറിച്ചും അപ്പൻ്റെ ശരിക്കുമുള്ള ആ ലീനേജിനെ കുറിച്ചും അതിനെക്കുറിച്ചിട്ടുള്ള ബോധ്യം കൊടുക്കുക. എന്നിട്ട് ഈ പരിമിതിയിൽ നിന്ന് ആ സ്വാതന്ത്ര്യത്തിൻ്റെ അപ്പൻ്റെ ഇൻഹെറിറ്റൻസിനകത്തേക്ക് ആ കുഞ്ഞിൻ്റെ പാരഡൈം ഷിഫ്റ്റ് അവനുണ്ടാക്കി കൊടുക്കുക, അവൻ്റെ കാഴ്ചപ്പാട് മാറ്റുക. ഞാൻ ഇങ്ങനെ ജീവിക്കേണ്ടവനല്ല, അപ്പൻ്റെ പുത്രനായിട്ട് ആ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കേണ്ടവനാണെന്നുള്ള ബോധം അവനുണ്ടാക്കി കൊടുക്കുക. സോ ആ ഒരു സൺഷിപ്പിൻ്റെ ആ അവകാശിയുടെ ആ ലൈഫ് സ്റ്റൈലും ആ അറിവുമാണ് ആ വ്യക്തിയിലേക്ക് കൊടുത്തിട്ട് ആ വ്യക്തി ആ ബോണ്ടേജിനകത്തുനിന്ന് പൊട്ടിച്ച് വെളിയിലേക്ക് കൊണ്ടുവരേണ്ടത്. ഓക്കെ, അപ്പോൾ ആ വ്യക്തിക്ക് ഒരു ബോധമുണ്ടാവും, ഞാനിപ്പോൾ സ്ലേവറിയിലാണ് എന്നും ഈ സ്ലേവറിക്കകത്തുനിന്ന് ഞാൻ പുറത്തേക്ക് ഇറങ്ങേണ്ടുന്ന വ്യക്തിയാണെന്നും ആ പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ലൈഫ് സ്റ്റൈൽ മറ്റൊന്നാണ് അപ്പൻ ആഗ്രഹിക്കുന്നതെന്ന് മനസ്സിലായി കഴിയുമ്പോൾ അവൻ ആ ഒരു പ്രോസസ്സിനെ സ്വീകരിക്കാനായിട്ട് അവൻ റെഡിയാവും. മതത്തിൻ്റെ ആ ഒരു ലോ ക്ലാസ് ജീവിതത്തിനകത്ത് നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന മഹത്വത്തിൻ്റെ ഗ്ലോറിയുടെ ലൈഫിനകത്തേക്ക്, സ്പിരിറ്റ് ലെഡ് ലൈഫിനകത്തേക്ക് ദൈവം ചില റെസ്ക്യൂ ചെയ്യുന്ന ആൾക്കാരെ അയച്ച് അവർക്ക് ട്രെയിനിങ് കൊടുത്ത് അവരെ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ അഡോപ്റ്റ് ചെയ്യാൻ റെഡിയാകുന്നില്ല. അവർ മതത്തിൻ്റെ കൾച്ചർ മതി, ഞങ്ങൾക്കിവിടെ ഹല്ലേലൂയ സ്തോത്രം പാടി കിടന്നാൽ മതി എന്നവർ പറയുന്നു. കാണിക്കുകയും കൊടുത്ത് സ്തോത്രം കഴിക്കുകയും കൊടുത്ത് പള്ളി പറയുന്ന പിരിവും കൊടുത്ത് അതും കൊടുത്ത് ഇതും കൊടുത്ത് സാക്രമെന്റിൻ്റെ അകത്ത് കടന്ന് അതിനകത്ത് പാപസ്വീകാരവും പറഞ്ഞ് ഇങ്ങനെ 1 വർഷം കഴിഞ്ഞാലും 2 വർഷം കഴിഞ്ഞാലും 5 വർഷം കഴിഞ്ഞാലും 10 വർഷം കഴിഞ്ഞാലും 40 വർഷം കഴിഞ്ഞാലും 80 വർഷം കഴിഞ്ഞാലും അവർക്ക് ഇതിനകത്തുനിന്ന് മോചനം വേണമെന്ന് അവർ ആഗ്രഹിക്കുന്നില്ല. ആഗ്രഹിക്കുന്ന വ്യക്തികളെ ദൈവം റെസ്ക്യൂ ചെയ്യുന്നുണ്ടെന്നും അവർക്ക് രാജകീയ പൗരോഹിത്യത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ കൊടുക്കുന്നുമുണ്ട്.
അങ്ങനെയുള്ള ആൾക്കാർ സ്വാതന്ത്ര്യത്തിൽ ദൈവം ജീവിക്കുന്ന സ്റ്റാൻഡേർഡിൽ ജീവിക്കുന്നുമുണ്ട്. സോ ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാം വെച്ചത് അത്തരത്തിൽ ആർക്കെങ്കിലും ഈ മതത്തിൻ്റെ ലോ ലെവൽ ലൈഫിനകത്ത് നിന്ന് ദൈവം ആഗ്രഹിക്കുന്ന ഹൈ റലത്തിനകത്തുള്ള സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആവശ്യമുണ്ടായെങ്കിൽ ഈ ലോ കൾച്ചറിൽ നിന്ന് ഒരു ഡിവൈൻ കൾച്ചറിലേക്ക് ഒരു പരിവർത്തനം ആവശ്യമുണ്ടെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അവരെ അതിനെ സഹായിക്കാനായിട്ട് ഒരു സിസ്റ്റം ഉണ്ട് എന്ന് പറയാനും അതിന് ഹെൽപ്പ് ചെയ്യാനായിട്ട് എനിക്ക് പറ്റുമെന്ന് പറയാനും അങ്ങനെ നൂറുകണക്കിന് വ്യക്തികളെ ഈ കുളത്തിൽ നിന്ന് മാറ്റി ആ സ്വർഗത്തിലെത്തിക്കാനായിട്ട് എനിക്ക് കഴിഞ്ഞുവെന്ന് പറയാനും വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാം പ്ലാൻ ചെയ്തിരിക്കുന്നത്. മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് ഒരു മെച്യൂരിറ്റി പ്രായം എത്തിയെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ആ മെച്യൂരിറ്റി പ്രായത്തിൽ എത്തിയ വ്യക്തികളോട് ദൈവം കോൺസ്റ്റൻ്റായിട്ട് പറയാൻ എന്നിലൂടെ ശ്രമിക്കുന്നത് ഇത്രയേ ഉള്ളൂ: നിങ്ങൾ ദൈവത്തിൻ്റെ പുത്രന്മാരാണ്, അടിമകളല്ല, മതത്തിൻ്റെ അടിമകളല്ല, ഒരു സിസ്റ്റത്തിൻ്റെ അടിമകളല്ല, ചില ഡോക്ടറിൻസിൻ്റെ കീഴെ ജീവിക്കേണ്ടവരല്ല, 10 കൽപ്പനയുടെ അകത്ത് ജീവിക്കേണ്ടവരല്ല, സാക്രമെന്റിൻ്റെ അകത്ത് ജീവിക്കേണ്ടവരല്ല. അതിനെല്ലാം ദൈവം പൊളിച്ചു മാറ്റിയിട്ട് ജീസസ് ക്രൈസ്റ്റിനെ പോലെയുള്ള ചില മറ്റുള്ള വ്യക്തികളിലൂടെ ദൈവം വിഭാവനം ചെയ്തിരിക്കുന്ന ഹയർ റലത്തിനകത്തുള്ള, ഹയർ സ്പിരിറ്റ് റലത്തിനകത്തുള്ള ഒരു ലൈഫുണ്ട്, ഒരു ലൈഫ് സ്റ്റൈലുണ്ട്. അതുകൊണ്ട് നീ ഇനി അടിമയായി കിടക്കാതെ ആ അവകാശിയായ, അധികാരിയായ പുത്രൻ്റെ ലൈഫ് സ്റ്റൈലിലേക്ക് വായോ എന്നുള്ള ഒരു ഇൻവിറ്റേഷൻ ദൈവം ഈ കാലഘട്ടത്തിൽ എന്നെപ്പോലെയുള്ള ചില പ്രീ അപ്പോയിൻറ്റഡ് ആയിട്ടുള്ള വ്യക്തികളിലൂടെ നൽകിക്കൊണ്ടിരിക്കുന്നു. കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. കേൾക്കാൻ ചെവിയുള്ളവൻ കേട്ടിട്ട് അംഗീകരിക്കാൻ, ഹൃദയം കൊണ്ട് അതിനെ സ്വീകരിച്ച് തള്ളേണ്ടതിനെ തള്ളി പുറത്തേക്ക് വരാനായിട്ടുള്ള ഒരു ആർജവം കാണിക്കുന്നവർക്ക് സോ ദിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി. ഫൈൻ. ദിസ് ട്രെയിനിങ് പ്രോഗ്രാം ഈസ് അങ്ങനെയുള്ള വ്യക്തികൾക്ക് വേണ്ടിയിട്ടാണ്. ഇങ്ങനെ ഒരു റെസ്ക്യൂ പ്രോസസ്സ് ഉണ്ട് എന്ന് മനസ്സിലാക്കി അടിമത്തത്തിനകത്ത് നിന്ന് പുറത്തേക്ക് വന്ന് സ്വാതന്ത്ര്യത്തിൻ്റെ ലൈഫ് നയിക്കാനായിട്ട് സെറ്റാക്കി ദൈവം അവിടെ നിർത്തിയിരിക്കുന്ന വ്യക്തികൾ പോലും മതത്തിൻ്റെ ശരിക്കുമുള്ള ഇൻഫ്ലുവൻസിനകത്ത്, കപടതയ്ക്കകത്ത് ആകൃഷ്ടരായിട്ട് വീണ്ടും അവിടെ നിന്ന് ഈ അടിമത്തത്തിനകത്തേക്ക് വരാനായിട്ടുള്ള ഒരു ഹൃദയത്തിനകത്ത് പലരും നിൽക്കുന്നുണ്ട്. വൺസ് ദൈവം സ്വാതന്ത്ര്യത്തിൽ കൊണ്ടുവന്നതാ, ആത്മാവിൻ്റെ ലൈഫ് സ്റ്റൈൽ കാണിച്ചു കൊടുത്തതാ, ആ ഒരു ശരിക്കുമുള്ള ആ ഒരു ഉന്മാദത്തിൻ്റെ ലൈഫ് സ്റ്റൈൽ അവർ ആസ്വദിച്ചതാ. എന്നിട്ട് വീണ്ടും മതത്തിൻ്റെ അടിമത്വത്തിനകത്തേക്ക് പോകാനായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ് വെച്ചിട്ട് അവർ ചിലർ നിൽക്കുന്നുണ്ട്. അവർ വിചാരിക്കുന്നത് അതിനകത്ത് ഈ മനുഷ്യരുണ്ടാക്കി വെച്ചിരിക്കുന്ന ഈ മെഴുകുതിരികൾ പോലെയുള്ള വ്യക്തികളാണ് ദൈവമെന്ന്. മതത്തിനകത്ത് വെച്ചിരിക്കുന്നത് മനുഷ്യരുണ്ടാക്കിയ ദൈവങ്ങളാണ്. ആ മെഴുകുതിരികൾക്ക് ഇത്തിരി വട്ടം മാത്രമേ ഉള്ളൂ. ആ ഇത്തിരി വട്ടത്തിനകത്ത് ജീവിച്ചതാ വ്യക്തിയാ പൗലൂസും ആദ്യകാലങ്ങളിൽ. ആ ഇത്തിരി വട്ടത്തെ ശരിക്കും അദ്ദേഹം വല്ലാതെ അങ്ങ് ആകൃഷ്ടനായിട്ട് അതിനകത്ത് കിടന്നതാ. പക്ഷേ സൂര്യനെ കവിയുന്ന വലിയൊരു പ്രകാശത്തെ അദ്ദേഹം കണ്ടപ്പോഴാണ് ഇതെത്രയോ അരണ്ട വെളിച്ചമെന്ന് മനസ്സിലാക്കിയിട്ട് ആ പ്രഭയേറിയ വെളിച്ചത്തിനകത്തേക്ക്, തേജസ്സേറിയ ആ ഒരു ശരിക്കുമുള്ള ലൈഫ് സ്റ്റൈലിലേക്ക് അദ്ദേഹം സ്വിച്ച് ഓവർ ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഇന്നലെ വരെ റെപ്രസെൻറ്റേറ്റ് ചെയ്ത ഈ മതത്തിൻ്റെ സകല ആഡംബരങ്ങളെയും ചപ്പും ചവറുമെന്നെണ്ണിയിട്ട് ഞാൻ ആ ഫ്രീഡത്തിനെ ആസ്വദിച്ചുകൊണ്ട് അവിടെ നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ ചില വ്യക്തികൾ അതിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ ദൈവം പൊട്ടിച്ച് വെളിയിൽ കൊണ്ടുവന്നിട്ടും തിരിച്ച് ഈ അരണ്ട വെളിച്ചത്തിലേക്ക് പോയി ഈ ലൈറ്റ് ഓഫ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് പാറ്റയും പല്ലിയും പഴുതാരയൊക്കെ ഈ ഇരുട്ടത്ത് സഞ്ചരിക്കുന്ന ഒരു പ്രകൃതം ഉണ്ടല്ലോ. സോ അങ്ങനെ സഞ്ചരിക്കാൻ ചില വ്യക്തികൾ ഭയങ്കര താല്പര്യമാണ്. വെളിച്ചത്തിൽ കൊണ്ട് നിർത്തിയാലും അവർ ഈ ഇരുട്ടിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കാൻ താല്പര്യപ്പെടുന്ന കുറേ വ്യക്തികളുണ്ട്. സോ ആ മൈൻഡ് സെറ്റ് പൊട്ടണം. സോ ദൈവങ്ങളെപ്പോലെ കണ്ടിരുന്ന ഇത്തിരി വെട്ടങ്ങളെ ആശ്രയിച്ചിരിക്കുന്ന ആൾക്കാർ ശരിക്കുമുള്ള ദൈവത്തിൻ്റെ ഗ്ലോറി, മഹത്വം കണ്ടിട്ട് വീണ്ടും ഇത്തിരി വെട്ടത്തിനകത്തേക്ക് പോകാൻ താല്പര്യപ്പെടുന്നത് കാണുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന ഒരു വിഷമമുണ്ട്. എന്നെ കേൾക്കുന്ന അപ്പന്മാരാണെങ്കിൽ, അമ്മമാരാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മക്കളെക്കുറിച്ച് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നല്ല ഹയർ സ്റ്റാൻഡേർഡിൽ ജീവിക്കാനായിട്ട് നിങ്ങൾ നിങ്ങളുടെ മക്കളെ സ്കൂളിൽ അയക്കുന്നു, കോളേജിൽ അയക്കുന്നു, മറ്റുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ ട്രെയിനിങ്ങിന് വിടുന്നു. പക്ഷേ
നമ്മുടെ നാട്ടിൽ സോ കോൾഡ് ലോക്കൽ അങ്ങ് എന്താ തീരെ കൾച്ചറില്ലാതെ കുറേ ആൾക്കാരുണ്ടല്ലോ, കഞ്ചാവൊക്കെ വലിച്ച് ബീഡിയൊക്കെ വലിച്ച് കള്ളൊക്കെ കുടിച്ച് തെറിയൊക്കെ പറഞ്ഞ് നടക്കുന്ന മോശമായ പ്രവൃത്തികളൊക്കെ ചെയ്ത് നടക്കുന്ന ആ ഒരു ഗ്യാങ്ങിനകത്തോട്ട്, ആ ഗാങ്സ്റ്റേഴ്സിനകത്തോട്ട് നമ്മുടെ പിള്ളേരായിപ്പോയി കഴിഞ്ഞാൽ എത്ര അപ്പന്മാർ സന്തോഷിക്കും, എത്ര അമ്മമാർ സന്തോഷിക്കും. സോ ഇതേ അവസ്ഥയാണ് ഇപ്പോൾ ദൈവത്തിൻ്റെ അവസ്ഥ. ദൈവം ആഗ്രഹിക്കുന്ന സ്റ്റാൻഡേർഡിൽ ജീവിക്കാനായിട്ട് ദൈവം ജനങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ അവർ ഈ ഗുണ്ടാ സംഘത്തോടൊപ്പം, കൊള്ള സംഘത്തോടൊപ്പം, പിടിച്ചുപറിക്കാരോടൊപ്പം, അങ്ങനെയുള്ള മതവക്താക്കളോടൊപ്പം ജീവിക്കാനാണ് അവർക്ക് ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ ഹാർട്ട് എങ്ങനെയുണ്ടാവും? എന്ത് പറഞ്ഞാലും പണപ്പെരുമ. അങ്ങനെയുള്ള പിടിച്ചുപറി സംഘത്തിൻ്റെ കൂടെ ദൈവത്തിൻ്റെ മക്കൾ ജീവിക്കുന്നത് കാണുമ്പോൾ ദൈവത്തിനുണ്ടാകുന്ന മനോവിഷമം ഒന്ന് ആലോചിച്ച് നോക്കിയേ. സോ ഇവിടെയാണ് നമുക്ക് ആ ഒരു ചിന്ത വരേണ്ടത്. എനിക്ക് ഈ ബോണ്ടേജിനകത്തുനിന്ന് കയറണം. ദൈവം ആഗ്രഹിക്കുന്ന ആ ശരിക്കുമുള്ള ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക്, സ്വാതന്ത്ര്യത്തിൻ്റെ ലൈഫിലേക്ക്, ആ ആത്മാവിൻ്റെ ഉല്ലാസത്തിലേക്ക്, ഉന്മാദത്തിലേക്ക് എനിക്ക് ഈ ഒരു ബോണ്ടേജിനെ ബ്രേക്ക് ചെയ്ത് എനിക്ക് വരണമെന്നുള്ള ആ ആവേശം വ്യക്തി കേന്ദ്രീകൃതമാണ്. ആ വ്യക്തികൾ ഡിസിഷൻ എടുക്കാതെ ദൈവത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഫൈൻ. നിങ്ങൾ ശാന്തമായി ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ദൈവപുത്രൻ എന്ന് വിശേഷിപ്പിക്കുന്ന ജീസസ് ക്രൈസ്റ്റ് പോലും ഡയറക്റ്റായിട്ട് ട്രെയിനിങ് പ്രോഗ്രാം കൊടുത്തിട്ട് എത്ര പേർക്ക് മതത്തിൻ്റെ കെട്ട് പൊട്ടിച്ച് ആ ഡിസൈപ്പിൾഷിപ്പിലേക്ക് വരാൻ പറ്റിയെന്ന് ബൈബിൾ പറയുന്നു? 12, 30, 70, മാക്സിമം ഒരു 500ൻ്റെ കണക്കുണ്ട്. കോടിക്കണക്കിന് ഇസ്രായേൽ ജനങ്ങളുള്ള ആ ഒരു കമ്മ്യൂണിറ്റിക്കകത്തുനിന്ന് സാക്ഷാൽ ദൈവപുത്രന എന്ന് പറയുന്ന ജീസസ് ക്രൈസ്റ്റ് വന്ന് ട്രെയിനിങ് പ്രോഗ്രാമിംഗ് കൊടുത്തിട്ട് പോലും 500 പേർക്ക് മാത്രമേ ആ ഡിസൈപ്പിൾഷിപ്പിനകത്തേക്ക് വരാൻ പറ്റുള്ളൂ എങ്കിൽ ആ മതത്തിൻ്റെ ബോണ്ടേജ് എത്ര വലുതാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചേ. പുരോഹിതന്മാരും മഹാപുരോഹിതന്മാരും മതവക്താക്കളും കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുന്ന ആ സ്ലേവറിയുടെ ലൈഫ് എത്ര ഭീകരമാണെന്നൊന്ന് മനസ്സിലാക്കിക്കേ. ജീസസിന് പോലും മാക്സിമം 500 പേരെ റെസ്ക്യൂ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോഴാണ് ഞാൻ ഇവിടെ കിടന്ന് ഈ നൂറ്റാണ്ടിൽ തൊണ്ട പൊട്ടിച്ച് കഴിഞ്ഞാൽ, എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ എത്ര പേര് വരാൻ? പക്ഷെ വരുന്നുണ്ട്. 100 കണക്കിന് ആൾക്കാരെ ഞാൻ റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്, ചെയ്തുകൊണ്ടിരിക്കുന്നതുണ്ട്, ചെയ്ത് കഴിഞ്ഞതുണ്ട്. സോ ദിസ് ഈസ് അനദർ ഓഫർ. ഈ ട്രെയിനിങ് പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു ഓഫറാണ്. ഫൈൻ. അപ്പോൾ ഞാൻ ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പറഞ്ഞു. സോ ദിസ് ഈസ് വാട്ട് ദിസ് ട്രെയിനിങ് പ്രോഗ്രാം ഈസ് അബ്സല്യൂട്ട്ലി 100% ഡിവൈൻ. സോ അതുകൊണ്ടാണ് ഞാൻ ആ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ഇനീഷ്യൽ പോർഷൻ എടുത്ത് അതിനെ വെച്ചിട്ട് ഞാൻ ഈ പ്രോഗ്രാമിൻ്റെ ഇനീഷ്യൽ സ്റ്റേജ് എന്താണെന്നുള്ളത് പറഞ്ഞത്. സോ ഇതിന് ഒത്തിരി പ്രോസസ്സുകളുണ്ട്, ഒത്തിരി സ്റ്റെപ്പുകളുണ്ട്. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ ഒരു മാസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ ഒന്നും കംപ്ലീറ്റ് ചെയ്യുന്ന പ്രോഗ്രാമല്ല. ഇറ്റ്സ് എ കണ്ടിന്യൂസ് ലൈഫ് ചേഞ്ചിങ് പ്രോഗ്രാം. ഇറ്റ്സ് എ എന്താ പറയുക, നമ്മുടെ ലൈഫിനെ ഓവറോൾ ചേഞ്ച് ചെയ്ത് മാത്രമേ ഈ ഒരു ട്രെയിനിങ് പ്രോഗ്രാമിനകത്തോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ ഇറ്റ്സ് നോട്ട് എ ഈസി ജോബ്, ഇറ്റ്സ് എ ടഫ് ജോബ്. അതുകൊണ്ടാണ് ജീസസ് പറഞ്ഞത് ഇടുക്കവും ഞെരുക്കമുള്ള വാതിലാന്ന്, കള്ളും മുള്ളും നിറഞ്ഞ വാതിലാന്നൊക്കെ പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ്. സോ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്, ആ മതത്തിൻ്റെ സ്ലേവറിക്കകത്തുനിന്ന്, ബ്രോണ്ടേജിനകത്തു നിന്ന് ജീസസ് ആഗ്രഹിക്കുന്ന, ദൈവം ആഗ്രഹിക്കുന്ന, മറ്റുള്ള ആത്മീയ ഗുരുക്കന്മാർ ആഗ്രഹിക്കുന്ന സ്വാതന്ത്ര്യത്തിൻ്റെ ആ ഒരു ശരിക്കുമുള്ള ലിബറേഷനിലേക്ക് വരാൻ ആഗ്രഹമുള്ളവർക്ക് സോ ദിസ് ഈസ് എൻ ഓപ്പർച്യൂണിറ്റി. ഫൈൻ. സോ അങ്ങനെ ആഗ്രഹമുള്ളവർ പ്ലീസ് കമൻറ്റ്, ഓർ യു ക്യാൻ ജസ്റ്റ് കോൾ മീ, ഓർ യു ക്യാൻ ജസ്റ്റ് സെൻഡ് മീ വാട്സാപ്പ് മെസ്സേജ്. യു ജസ്റ്റ് കീപ്പ് ഇൻ ടച്ച് വിത്ത് മീ. നമുക്കതിൻ്റെ ബാക്കിയുള്ള പ്രോസസ്സ് എന്താണെന്നുള്ളത് നോക്കാം. സോ ഈ ട്രെയിനിങ്, ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ ഇത്തരത്തിലുള്ള ചില സെഷൻസ് വരുന്ന ദിവസങ്ങളിൽ വീണ്ടും ഉണ്ടാകും. എന്താണ് ഈ ശരിക്കും ബോണ്ടേജിൽ നിന്ന് ഈ ലിബറേഷനിലേക്കുള്ള ആ ഒരു ട്രാൻസിഷൻ എന്താണ്, ആ ഒരു ശരിക്കുമുള്ള ആ ഒരു റെസ്ക്യൂ പ്രോസസ്സ് എന്താണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള അവയർനെസ് വീണ്ടും ഇതുപോലെയുള്ള സെക്ഷൻ തീർച്ചയായിട്ടും ഉണ്ടാകും. സോ യു ക്യാൻ കീപ്പ് ഓൺ വാച്ചിങ്. ഫേസ്ബുക്ക് വഴി ലൈവായിട്ടോ എൻ്റെ വീഡിയോ വഴിയോ ഇതുപോലെയുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് വഴിയോ ഒക്കെ ഇത്തരത്തിലുള്ള എന്താണ് ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തത തീർച്ചയായിട്ടും ഉണ്ടാകും. സോ സീ യു അഗെയിൻ. താങ്ക് യു.